ആ ബാക്കിലുള്ള ആളെ നീച്ചേ സ്റ്റാൻഡ് അപ്പ്. എന്തിനാ? യു ആർ ടോക്കിംഗ് ഇൻ മൈ ക്ലാസ്. മാം ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ എന്തിനാ എണീക്കണ്ടേ? മാമിന് തോന്നുന്ന പോലെ അങ്ങനെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതുപോലെ ചെയ്യണമെന്ന് എനിക്ക് പറ്റില്ല. പ്ലീസ്. വെറുതെ ഇരിക്കുന്ന എന്റെ അടുത്ത് സംസാരിച്ചൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. ആരോട് ഞാൻ സംസാരിച്ചു? ഇവനോടാണോ? ഇവനോട് ചോദിക്കുമ്പോൾ പറയട്ടെ ഞാൻ എന്താ അവനോട് സംസാരിച്ചെന്ന്. തർക്കത്തിനൊന്നും അല്ല മാം. മാം മര്യാദക്ക് സംസാരിക്കണം. മാം മര്യാദക്ക് സംസാരിച്ചാലേ എനിക്ക് മര്യാദക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. Do one thing, somebody just call the HOD and come. ഇത് നേരെ ഒന്നും തോന്നുന്നില്ല. മാം വിളിച്ചോ. മാം HODയോ പ്രിൻസിപ്പളോ ആരെ മന്ത്രിനോ ആരെയൊന്നും വിളിച്ചോ. ശ്രേയ ഗോ കോൾ ദ വൈസ് പ്രിൻസിപ്പൽ. ഓൾസോ ഈ ചെക്കിന് നമ്മളെ ഒന്നും പേടിയില്ല. ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല മാം. എനിക്ക് എന്റെ ആവശ്യമില്ല. ഒരു ക്ലാസ് റൂമിൽ ടീച്ചറിനെ പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്യുക, ഡിസ്റെസ്പെക്ട്. ഐ വിൽ നോട്ട് ഗിവ് യു അറ്റൻഡൻസ് ഫോർ ടുഡേ. എന്താണ് എനിക്ക് അറ്റൻഡൻസ് തരാൻ? ഞാൻ ഇവിടെ ഉണ്ടല്ലോ. എനിക്ക് ഇവിടെ ഇല്ലെങ്കിലല്ലോ അറ്റൻഡൻസ് തരാതിരിക്കും. അറ്റൻഡൻസിന്റെ അർത്ഥം എന്താണ്? അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് മാം നോട്ട് ചെയ്യണ്ടേ. ഇവിടെ ഉള്ള ആൾക്ക് അറ്റൻഡൻസ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരിയാവാ? You do one thing, you get out of my class, okay? പറ്റില്ല മാം. പറ്റില്ല. എനിക്ക് പോകാൻ പറ്റില്ല മാം. സോറി. മാമിന് വിരോധമുണ്ടെങ്കിൽ മാം പോയിക്കോളൂ. മാം പോയിക്കോളൂ. കുഴപ്പമില്ല. ടാറ്റ. പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ട് വെറുതെ ഇരിക്കുന്ന എന്റെ അടുത്ത് ഒന്നിട്ട് ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ തൈ സ്വഭാവത്തുള്ളൊക്കെ അറിയില്ല. പിന്നെ എന്റെ പട്ടി മാപ്പ് പറയും.